1988 ഏപ്രിൽ 16 സമയം പാതിരാത്രി കഴിഞ്ഞ സമയം ടുണീഷ്യയുടെ തലസ്ഥാനമായ ട്യൂണിസിലെ ഒരു ചെറിയ വീട്. ആ വീട്ടിലെ കുടുംബനാഥൻ വിശ്രമിക്കുകയാണ്. ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്ക് ശേഷമുള്ള വിശ്രമം. അപ്പോൾ വീടിന് വെളിയിൽ മറ്റൊരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു. അയാളുടെ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി കിടക്കുന്ന കാറിനരികിലേക്ക് ഒരു സ്ത്രീയും പുരുഷനും നടന്നു വരുന്നു. തങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ ഒരു ഹോട്ടൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമോ എന്ന് അവർ ഡ്രൈവറോട് ചോദിക്കുന്നു. ഡ്രൈവർ കൃത്യമായി മറുപടി പറഞ്ഞു കൊടുത്തു. ആ നിമിഷം തന്നെ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പെട്ടി ചോക്ലേറ്റിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന തോക്ക് ആ ഡ്രൈവറുടെ നേരെ തീതുപ്പി. അയാൾ കാറിന്റെ സ്റ്റിയറിംഗിലേക്ക് വെടിയേറ്റ് വീണു. ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. ഈ സമയം വീടിന് അകത്തുണ്ടായിരുന്ന കുടുംബനാഥന് പെട്ടെന്ന് ഒരു ആശങ്ക ഉള്ളിൽ നിറഞ്ഞു. അനാവശ്യമായ ചില പദവിന്യാസം കാതിൽ പതിഞ്ഞതുപോലെ. ശത്രുക്കൾ ആരെങ്കിലും തന്നെ കീഴടക്കാൻ വരുന്നുണ്ടോ? അയാൾ പെട്ടെന്ന് തോക്ക് കയ്യിലെടുത്തു. അപ്പോഴേക്കും അയാളുടെ ഭാര്യയും അവിടേക്ക് വന്നു. അയാൾ അവളെ തന്റെ പിന്നിലേക്ക് നീക്കി നിർത്തിയതിനു ശേഷം മാർജാര പാദങ്ങളോടെ കയ്യിൽ തോക്കും പിടിച്ച് മുന്നോട്ട് നടന്നു. പെട്ടെന്ന് വാതിലുകൾ അടർന്നു മാറുന്നതാണ് അയാൾ കണ്ടത്. തകർക്കപ്പെട്ട വാതിലിനപ്പുറം അതാ മുന്നിൽ ചിലർ. അയാൾക്ക് മനസ്സിലായി താൻ ആശങ്കപ്പെട്ടിരുന്നത് സംഭവിക്കുന്നു. തന്റെ ശത്രുക്കൾ തന്നെ തേടിയെത്തിയിരിക്കുന്നു. അയാൾ അവർക്ക് നേരെ തോക്ക് ചൂണ്ടി. പക്ഷേ ട്രിഗറിൽ വിരൽ അമർത്തുന്നതിന് മുൻപ് തന്നെ അയാളുടെ നെഞ്ചിലേക്ക് എതിരാളി വെടി ഉതിർത്തു. ഒന്നല്ല രണ്ടല്ല 52 വെടിയുണ്ടകൾ. ദേഹമാസകലം വെടിയേറ്റ് അയാൾ മരിച്ചപ്പോൾ ആദ്യത്തെ നടുക്കത്തിൽ നിന്ന് ഉണർന്ന അയാളുടെ ഭാര്യ നിലവിളികളോടെ ഓടിവന്ന് അയാളുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീണു. അതോടെ വെടിവെപ്പ് നിലച്ചു. അന്ന് അവിടെ കൊല്ലപ്പെട്ടത് ആരായിരുന്നുവെന്നോ? ലോകം മുഴുവൻ അബൂ ജിഹാദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഖലീൽ ഇബ്രാഹിം അൽ വസീർ, പലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാൾ, യാസിർ അറാഫത്തിന്റെ ഏറ്റവും വിശ്വസ്ത സഹയാത്രികർ, പലസ്തീനിലെ ഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാവ്, നിരവധി വർഷങ്ങളായി ഇസ്രായേൽ അധികാരികൾക്ക് വെല്ലുവിളിയായി നിന്ന വ്യക്തിയായിരുന്നു അയാൾ. രാഷ്ട്രീയ ജീവിതത്തിലും സൈനിക പ്രസ്ഥാനങ്ങളിലും പലസ്തീൻ ജനതയുടെ പ്രതിരോധത്തിന്റെ മുഖമായിരുന്നു അയാൾ. ആ ജീവിതത്തിനും പോരാട്ടത്തിനുമാണ് അന്ന് അവിടെ തിരശീല വീണത്. ആരാണ് അയാളെ ഇത്ര വേഗത്തിൽ കൊന്നുകളഞ്ഞത്? അത് മറ്റാരും ആയിരുന്നില്ല, ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് ആയിരുന്നു. ഇസ്രായേലിൽ നിന്ന് ടുണീഷ്യയിലെത്തി തങ്ങളുടെ ശത്രുവിനെ വകവരുത്തിയ മൊസാദിന്റെ കഥ വിസ്മയത്തോടെയല്ലാതെ കേട്ടിരിക്കാൻ കഴിയില്ല. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആ കഥയാണ്. അബൂ ജിഹാദിനെ കൊന്ന മൊസാദിന്റെ കഥ. അബൂ ജിഹാദിനെ കൊല ചെയ്യാൻ ഇടയാക്കിയ സംഭവ വികാസങ്ങളുടെ പിന്നിലുള്ള കഥ. ആയിരത്തി 1935 പലസ്തീനിലെ റംല നഗരത്തിൽ മുസ്ലിം മാതാപിതാക്കളുടെ മകനായിട്ടാണ് ഖലീൽ അൽ വസീർ ജനിച്ചത്. പലചരക്ക് വ്യാപാരിയായിരുന്നു പിതാവ്. 1948 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേൽ ലിദ്ദ, റംല തുടങ്ങിയ പ്രദേശങ്ങൾ പിടിച്ചെടുത്തതിനെ തുടർന്ന് 1948 അവിടം വിട്ട് അവർക്ക് പോകേണ്ടി വന്നു. ബോധം ഉറച്ച നാൾ മുതൽ അൽ വസീറിന്റെ മനസ്സിൽ ഇസ്രായേലികളോടുള്ള പകയും വെറുപ്പും ആയിരുന്നു. ഹൈസ്കൂൾ പഠനകാലത്ത് എത്തിയപ്പോഴേക്കും ഇസ്രായേലികളെ ഉപദ്രവിക്കാനുള്ള ചെറിയ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നതിലേക്ക് അവൻ വളർന്നു കഴിഞ്ഞിരുന്നു. ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടതിന് പിന്നാലെ പലസ്തീൻ ജനത നേരിടേണ്ടി വന്ന ദുരന്തങ്ങളും അതിനുശേഷമുള്ള അറബ് ഇസ്രായേൽ യുദ്ധങ്ങളും അബൂ ജിഹാദിന്റെ മനസ്സിൽ തീക്കനലായി കത്തിക്കൊണ്ടിരുന്നു. ഇസ്രായേലിനെ നശിപ്പിക്കാതെ തന്റെ ജീവൻ അവസാനിക്കില്ലെന്ന് ഉറച്ച് തീരുമാനിക്കുകയായിരുന്നു അബൂ ജിഹാദ് ചെയ്തത്. അങ്ങനെയിരിക്കെയാണ് അത് സംഭവിച്ചത്. 1954 ഗാസയിൽ വെച്ച് യാസർ അറാഫത്തുമായുള്ള കൂടിക്കാഴ്ച. ഇരുവരുടെയും ആദ്യ സമാഗമം തന്നെ വസീറിന്റെയും യാസർ അറാഫത്തിന്റെയും ജീവിതത്തിലെ നിർണായകമായ വഴിത്തിരിവായി മാറി. അബൂ ജിഹാദ് എന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്നതിലേക്കുള്ള ഖലീൽ ഇബ്രാഹിം അൽ വസീറിന്റെ വളർച്ചയുടെ തുടക്കം അവിടെ മുതൽക്കായിരുന്നു. ഈ കണ്ടുമുട്ടലാണ് 1960കളിൽ ആരംഭിച്ച പലസ്തീൻ വിമോചന പ്രസ്ഥാനം അഥവാ PLA രൂപീകരണത്തിന് വരെ കാരണമായതും. ലോക രാഷ്ട്രീയത്തിലും സുരക്ഷാ രാഷ്ട്രീയത്തിലും വലിയ പ്രാധാന്യം നേടിയ ഒരു പ്രസ്ഥാനമായിരുന്നു പലസ്തീൻ വിമോചന പ്രസ്ഥാനം. ഇതിന്റെ കേന്ദ്ര ഭാഗത്തായിരുന്നു അബൂ ജിഹാദിനെ യാസർ അറാഫത്ത് പ്രതിഷ്ഠിച്ചത്. ഇസ്രായേലിനെതിരെയുള്ള തന്റെ പോരാട്ടങ്ങളിൽ ഈ ചെറുപ്പക്കാരൻ തനിക്ക് താങ്ങും തുണയും ആകുമെന്ന് യാസർ അറാഫത്ത് മനസ്സിലാക്കിയിരുന്നു. 1965 ഫത്ത് പ്രസ്ഥാനത്തിന്റെ സായുധ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ അതിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് അബൂ ജിഹാദ് ആയിരുന്നു. ഗസ, വെസ്റ്റ് ബാങ്ക്, ലെബനൻ ക്യാമ്പുകളെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ച് പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു സൈനിക നെറ്റ്വർക്ക് അദ്ദേഹം സ്ഥാപിച്ചിരുന്നു.
അദ്ദേഹത്തിന്റെ കഴിവ്, നേതൃത്വ ശേഷി, രാഷ്ട്രീയ ദർശനം എന്നിവ കാരണം യാസിർ അറാഫത്തിന്റെ നേതൃത്വത്തിലുള്ള PLOയിൽ വലിയ പ്രാധാന്യം അദ്ദേഹത്തിനുണ്ടായി. പലസ്തീനിലെ യുവാക്കൾ അദ്ദേഹത്തെ പ്രതിരോധ നായകനായി കാണുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന്റെ ഉയർച്ചയും സ്വാധീനവും ഇസ്രായേലിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്ന് ആയിരുന്നില്ല. ആ സാന്നിധ്യം തന്നെ തങ്ങളുടെ രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയായി ഇസ്രായേൽ കണക്കാക്കി. അത് ശരിവെക്കുന്ന വിധത്തിലുള്ളതായിരുന്നു പല സംഭവ വികാസങ്ങളും. 1970കളിലെ പലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങളിൽ അബൂ ജിഹാദിന്റെ പേര് പലപ്പോഴും ഉയർന്ന് കേട്ടിരുന്നു. അതിലൊന്നായിരുന്നു 1978ലെ കോസ്റ്റൽ റോഡ് കൂട്ടക്കൊലപാതകം. 38 പേർ കൊല്ലപ്പെടുകയും 70 പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്ത ആ ആക്രമണം ഇസ്രായേലിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞിരുന്നു. നിരപരാധികളായ ആ 38 പേരുടെ കൊലപാതകത്തിന്റെ പിന്നിലെ സൂത്രധാരനും അബൂ ജിഹാദ് തന്നെ ആയിരുന്നു. അതോടെയാണ് അബൂ ജിഹാദ് എന്ന പേര് ഇസ്രായേലിന്റെ വൈരികളുടെ ലിസ്റ്റിലെ ടോപ്പ് 10ൽ ഇടം നേടിയത്. തൊട്ടു പിന്നാലെ മറ്റൊരു ആക്രമണവും നടന്നു, മദേഴ്സ് ബസ് ആക്രമണം. പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിനായി ഒരു ഇസ്രായേലി ബസ് തട്ടിക്കൊണ്ടുപോയി വിലപേശിയ ഈ സംഭവത്തിലും ഇസ്രായേൽക്കാരായ വൃദ്ധരുടെ ജീവൻ വില കൊടുക്കേണ്ടതായി വന്നു. 1988 മാർച്ചിലായിരുന്നു ഈ സംഭവം നടന്നത്. അതിനു പിന്നിലെ കറുത്ത കരങ്ങളും അബുവിൻ്റേത് ആയിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി ഇസ്രായേൽ ജനതയുടെ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള അബുവിന്റെ നരനായാട്ടിനെ വകവെച്ചു കൊടുക്കാൻ ഇസ്രായേൽ സന്നദ്ധമായിരുന്നില്ല. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന നിയമം അവർ മുറുകെ പിടിച്ചു. ഇതോടെ അബൂ ജിഹാദിന്റെ ജീവന് അവർ ഒരു വില ഇട്ടുകഴിഞ്ഞു. അബൂ ജിഹാദിനെ വകവരുത്താൻ ഇസ്രായേൽ പദ്ധതികൾ ആവിഷ്കരിച്ചു തുടങ്ങി. ഓപ്പറേഷൻ ഇൻട്രോഡക്ടറി ലെസൺ എന്നായിരുന്നു അവർ അതിന് നൽകിയ പേര്. എന്നാൽ അബൂ ജിഹാദിനെ വകവരുത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യം ആയിരുന്നില്ല. അയാൾ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നാണ് ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത്. ഒരു വിദേശ രാജ്യത്ത് പോയി തങ്ങളുടെ ശത്രുവിനെ ഇല്ലാതാക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. എവിടെയെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ അതിന്റെ പരിണത ഫലം വളരെ രൂക്ഷം ആയിരിക്കും. അത്യന്തം വെല്ലുവിളികൾ നിറഞ്ഞ ഈ ദൗത്യം ഇസ്രായേൽ ഭരണകൂടം ഏൽപ്പിച്ചത് മൊസാദിനെ ആയിരുന്നു. മൊസാദിനല്ലാതെ മറ്റൊരു കൂട്ടർക്കും ഈ മിഷൻ ഏറ്റെടുത്ത് വിജയപ്രദമാക്കാൻ കഴിയില്ലെന്ന് ഇസ്രായേലിന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. അബൂ ജിഹാദിന്റെ കൊലപാതകം വിവരിക്കുന്ന റൈസ് ആൻഡ് കിൽ ഫസ്റ്റ് എന്ന പുസ്തകത്തിൽ ഇസ്രായേലി പത്രപ്രവർത്തകനായ റോണൻ ബർഗ്മാൻ ഇത് സംബന്ധിച്ച് വിശദമായ വിവരണം നൽകുന്നുണ്ട്. പ്രധാനമന്ത്രി ഇഖ്ഷാവ് ഷാമിറിന്റെ കീഴിലുള്ള ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ 1988 മാർച്ച് 14 ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഒരുമിച്ച് കൂടി. അബൂ ജിഹാദിനെ വധിക്കാൻ പ്രധാനമന്ത്രിക്ക് നേരിട്ട് ഉത്തരവ് നൽകാമായിരുന്നുവെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ആ തീരുമാനം വോട്ടിനിടുകയായിരുന്നു ചെയ്തത്. അതനുസരിച്ച് സുരക്ഷാ മന്ത്രിസഭ ഭൂരിപക്ഷവും അബൂ ജിഹാദിനെ വധിക്കുന്നതിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. അതിൻ പ്രകാരം ഏപ്രിൽ 13 ഇസ്രായേൽ മന്ത്രിസഭ അബൂ ജിഹാദിനെ വധിക്കുന്നതിന് ഔദ്യോഗികമായി അംഗീകാരം നൽകുകയായിരുന്നു. ഏപ്രിൽ 16 അബൂ ജിഹാദ് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ സർക്കാർ അബൂ ജിഹാദിനെ വധിക്കാൻ അനുവാദം നൽകിയത് ഏപ്രിൽ 13. വെറും 3 ദിവസം കൊണ്ടാണോ അബൂ ജിഹാദിനെ വധിച്ചത്? ഒരിക്കലുമല്ല. ഇസ്രായേലിന് എന്നു മുതൽക്കാണോ അബൂ ജിഹാദ് ഭീഷണിയായി മാറിയത്, അന്നു മുതൽ തന്നെ മൊസാദിന് അബൂ ജിഹാദ് ഒരു നോട്ടപ്പുള്ളിയായി മാറിയിരുന്നു. അതുകൊണ്ട് അബൂവിന്റെ ഏത് നീക്കങ്ങളും മൊസാദ് സൂക്ഷ്മമായ നിരീക്ഷണത്തിന് വിധേയമാക്കിയിരുന്നു. മൊസാദ് ഏജന്റുമാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അബൂവിനെ ഇക്കാലയളവ് മുഴുവൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ യാത്രകൾ, മീറ്റിങ്ങുകൾ, ആശയവിനിമയങ്ങൾ എല്ലാം അവർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ 1988 ആ ദിവസത്തിലേക്ക് മൊസാദ് എത്തിച്ചേരുകയായിരുന്നു. അതീവ രഹസ്യമായിട്ടായിരുന്നു മൊസാദ് ആ പദ്ധതി ആസൂത്രണം ചെയ്തത്. അബൂ ജിഹാദ് ജീവിച്ചിരുന്നത് ടുണീഷ്യയിലായിരുന്നു. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ടുണീഷ്യയുടെ തലസ്ഥാനമായ ട്യൂണിസിൽ. ആഫ്രിക്കൻ വൻകരയിലെ അറബ് റിപ്പബ്ലിക്കാണ് ടുണീഷ്യ. കൂടുതൽ ഭാഗവും മരുഭൂമിയായ ഭൂമിശാസ്ത്രമാണ് ടുണീഷ്യയുടേത്. വടക്കും കിഴക്കും മെഡിറ്ററേനിയൻ കടലും, പടിഞ്ഞാറ് അൾജീരിയ, തെക്ക് ലിബിയ. ജനങ്ങളധികവും മുസ്ലിമുകളാണ്. ചുരുക്കത്തിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ടുണീഷ്യയിൽ കയറി ഒരു പലസ്തീൻ നേതാവിനെ വധിക്കുക അത്ര എളുപ്പമുള്ള കാര്യം ആയിരുന്നില്ല. അബൂ ജിഹാദ് താമസിച്ചിരുന്നത് ഒരു സാധാരണ വസതിയിലായിരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് വളരെ സാധാരണമായ ഒരു വീട് പോലെയായിരുന്നു. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ സ്ഥലം കൂടി ആയിരുന്നു. കാരണം അവിടെ നിന്നാണ് പലസ്തീൻ വിമോചന പ്രസ്ഥാനത്തിന് അബൂ ചുക്കാൻ പിടിച്ചിരുന്നത്. അബൂ ജിഹാദിനെ ഇല്ലായ്മ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം അയാളുടെ വീട് തന്നെയാണ് എന്ന് മൊസാദ് മനസ്സിലാക്കിയിരുന്നു. എന്നാൽ വീട്ടിൽ കയറി കൊല്ലുക എന്നത് എളുപ്പവുമല്ല. വീടിന്റെ മുറികൾ, കോവണികൾ, വരാന്തകൾ എല്ലാം പഠനവിധേയം ആക്കേണ്ടതുണ്ടായിരുന്നു.
അതിനുവേണ്ടി അതേ പ്ലാൻ അനുസരിച്ചുള്ള ഒരു വീടുണ്ടാക്കി കൃത്യമായി മുറികൾ, വരാന്തകൾ, വാതിലുകൾ എല്ലാം മൊസാദ് മനസ്സിലാക്കുക പോലും ചെയ്തു. ട്യൂണിസ് നഗരത്തിന്റെ ഭൂപ്രദേശങ്ങളും കടലോരങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും മൊസാദ് മുൻകൂട്ടി പഠിച്ചവയിൽ ഉൾപ്പെടുന്നു. അബൂ ജിഹാദിനെ ഇല്ലാതാക്കുന്നത് സാധാരണ ഒരു കൊലപാതകമല്ല എന്ന് അവർക്ക് മനസ്സിലായിരുന്നു. അതൊരു രാഷ്ട്രത്തിന്റെ ശത്രുവിനെ ഇല്ലാതാക്കുന്ന സൈനിക നടപടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഓപ്പറേഷനിൽ പങ്കെടുക്കാൻ മൊസാദിലെ തന്നെ ഏറ്റവും പരിശീലനം നേടിയ കമാൻഡോകളെയാണ് തിരഞ്ഞെടുത്തത്. ഇങ്ങനെ ഒരു വർഷത്തിലേറെ നീണ്ടുനിന്ന ആസൂത്രണത്തിന് ഒടുവിലാണ് അബൂ ജിഹാദിയെ കൊലപ്പെടുത്തിയ ആ ദിവസം എത്തിയത്. ബീച്ചിൽ നിന്ന് മൊസാദ് ഏജന്റുമാർ അബൂ ജിഹാദിന്റെ വീട്ടിലേക്കുള്ള വഴികളും അയൽവക്കങ്ങളും കൃത്യമായി മാപ്പ് ചെയ്ത് നൽകിയിരുന്നു. ഏപ്രിൽ 14-ന് 6 മൊസാദ് അംഗങ്ങൾ യൂറോപ്പിൽ നിന്ന് വിമാനത്തിൽ ടുണീസിൽ എത്തിച്ചേർന്നു. അവർ 2 വാഹനങ്ങൾ വാടകയ്ക്കെടുത്തു. റേസിംഗ് ഫോഴ്സിനെ ബീച്ചിൽ നിന്ന് അബൂ ജിഹാദിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു ഇത്. 3 പേർ അബൂ ജിഹാദിന്റെ വീട് നിരീക്ഷിക്കാനും അവിടെ തന്നെ അയാൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്താനുമായി നിയോഗിക്കപ്പെട്ടു. കമാൻഡോകൾ കടൽ വഴിയും നിരീക്ഷകർ വിമാനങ്ങൾ വഴിയും ഓപ്പറേഷന് ശേഷം ടുണീഷ്യ വിടാനും പ്ലാൻ ചെയ്തു. ഒരു ചരക്ക് കപ്പൽ എന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഹെലികോപ്റ്റർ കാരിയർ പോലെ സജ്ജീകരിച്ച വലിയ കപ്പൽ. ഓപ്പറേഷൻ ഏതെങ്കിലും വിധത്തിൽ പരാജയപ്പെടുകയോ തടസ്സപ്പെടുകയോ ചെയ്താൽ രക്ഷപ്പെടാൻ സാധിക്കുന്ന വിധത്തിലുള്ള അന്തർവാഹിനികൾ. ടുണീഷ്യൻ ആശയവിനിമയ മാർഗങ്ങൾ നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ ടുണീഷ്യൻ റഡാറും വ്യോമ നിയന്ത്രണവും തടസ്സപ്പെടുത്താനുമുള്ള മാർഗങ്ങൾ. മൊബൈൽ ആശുപത്രി, ടുണീഷ്യൻ തീരത്ത് പട്രോളിംഗ് നടത്തുന്ന F-15 യുദ്ധവിമാനങ്ങൾ, ബോയിങ് 707 കമ്മ്യൂണിക്കേഷൻ വിമാനം എന്നിങ്ങനെ ഒരു സാധാരണക്കാരന് ഒരിക്കൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സകലവിധ സന്നാഹങ്ങളും പടയൊരുക്കങ്ങളുമായിട്ടാണ് മൊസാദ് ഈ ഓപ്പറേഷന് വേണ്ടി പുറപ്പെട്ടത്. അന്ന് ഏപ്രിൽ 16-ന് വൈകുന്നേരം രാത്രിയായപ്പോഴേക്കും പ്രത്യേകം തയ്യാറാക്കിയ കപ്പലുകൾ ടുണീഷ്യയുടെ തീരത്തെത്തി. അതിൽ നിന്ന് മൊസാദ് കമാൻഡോകൾ പുറത്തേക്കിറങ്ങി. അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും കയ്യിൽ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങളും അതീവ രഹസ്യ സ്വഭാവം ഉള്ളവയായിരുന്നു. ഒരു തരത്തിലും തങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു പോകരുത് എന്ന് ഉറപ്പോടെ ഓരോ ചുവടും ശ്രദ്ധയോടെയാണ് അവർ മുന്നോട്ട് വെച്ചത്. എല്ലാം കൃത്യമായ രീതിയിലും വ്യക്തമായും അവർ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. മൊസാദിന്റെ ഏജന്റുമാർ അവർക്ക് മുൻപേ തന്നെ നഗരത്തിൽ പ്രവേശിച്ചിരുന്നു. അവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു കമാൻഡോകൾ മുന്നോട്ട് പോയിരുന്നത്. അബൂ ജിഹാദിന്റെ ഫോൺ കോളുകൾ അവർ ടാപ്പ് ചെയ്തിരുന്നു. അയാൾ വീടിനുള്ളിൽ ഉണ്ട് എന്ന് 100% ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഈ കൊലപാതകം നടത്തിയത്. ഒരു കാരണവശാലും തങ്ങളുടെ നീക്കങ്ങൾ ടുണീഷ്യൻ സേന അറിയരുത് എന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ടുണീഷ്യൻ സേനയുടെ കൈകളിൽ തങ്ങൾ ആരെങ്കിലും അകപ്പെട്ടാൽ അത് ലക്ഷ്യ സാധ്യത്തിന് വിഘാതം സൃഷ്ടിക്കുമെന്നും അബൂ ജിഹാദ് രക്ഷപ്പെടുമെന്നും അവർക്ക് അറിയാമായിരുന്നു. മാത്രവുമല്ല, മറ്റൊരു രാജ്യത്ത് അനുവാദമില്ലാതെ പ്രവേശിച്ച ഒരാളെ കൊല്ലുന്നത് രാജ്യസുരക്ഷാ നിയമത്തിന് വിരുദ്ധവുമാണല്ലോ. വാടകയ്ക്കെടുത്ത വാഹനങ്ങൾ അബൂ ജിഹാദിന്റെ വീടിന് 100 മീറ്റർ അകലെ നിർത്തിയിട്ടിട്ടാണ് അവർ വീട് ലക്ഷ്യമാക്കി നടന്നു തുടങ്ങിയത്. അയാൾ വീടിനുള്ളിൽ ഉണ്ട് എന്ന് അവസാനവട്ടവും അവർ സ്ഥിരീകരണം നടത്തിയിരുന്നു. അത് കണ്ടെത്തിയത് ഇറ്റലിയിലെ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച് വഴി അബുവിന്റെ വീട്ടിലേക്ക് വന്ന ഒരു ഫോൺ കോൾ ടാപ്പ് ചെയ്തതിനെ തുടർന്ന് ആയിരുന്നു. ആ സംഭാഷണത്തിൽ അറബി സംസാരിക്കുന്ന വ്യക്തി അബു ആണ് എന്ന് മൊസാദിന് മനസ്സിലായതോടെ അയാൾ അകത്തുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തപ്പെട്ടു. അതോടെ ഓപ്പറേഷന് അന്തിമ അനുമതി ലഭിക്കുകയായിരുന്നു. അബൂ ജിഹാദിന്റെ വീട്ടിൽ സുരക്ഷയ്ക്കായി പ്രത്യേക ഗാർഡുകൾ ഉണ്ടായിരുന്നു. അന്നേ ദിവസം ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ആക്രമണ സാധ്യതയെക്കുറിച്ച് അവർക്ക് തീരെ ചെറിയൊരു സൂചന പോലും കിട്ടിയതും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ കരുതലോടെയാണ് കഴിഞ്ഞിരുന്നത് എങ്കിലും ഒരിക്കലും ജാഗരൂകർ ആയിരുന്നില്ല. പക്ഷേ മൊസാദ് അങ്ങനെയായിരുന്നില്ലല്ലോ. അവരുടെ നീക്കം കൃത്യമായിരുന്നതിനാൽ ആദ്യഘട്ടത്തിൽ തന്നെ അബൂ ജിഹാദിന്റെ ഗാർഡുകളെ മുഴുവൻ നിഷ്പ്രയാസം കീഴടക്കാൻ മൊസാദിന് കഴിഞ്ഞു. വെടിയൊച്ചകളോ ഏറ്റുമുട്ടലുകളുടെ കോലാഹലങ്ങളോ അവിടെ ഉയർന്നില്ല എന്ന് പ്രത്യേകം പറയണം. പ്രത്യാക്രമണങ്ങളെ പോലും നിശബ്ദമാക്കാൻ സാധിച്ച മൊസാദിന്റെ വൈഭവം അതല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അബൂ ജിഹാദിന്റെ വീട് മുഴുവൻ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാൻ മൊസാദിന് സാധിക്കുകയും ചെയ്തു. പുലർച്ചെ 3 മണിക്ക് ശേഷം ബാഗ്ദാദിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ അബൂ ജിഹാദ് നടത്തുന്നുണ്ട് എന്ന് മൊസാദ് മനസ്സിലാക്കിയിരുന്നു. ആദ്യം പുലർച്ചെ 1:30-ന് അബൂ ജിഹാദിന്റെ വീട്ടിൽ പ്രവേശിക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് എങ്കിലും കിട്ടിയ പുതിയ അറിവ് അനുസരിച്ച് ഓപ്പറേഷൻ അരമണിക്കൂർ മുൻപ് നേരത്തെ പ്ലാൻ ചെയ്യാൻ മൊസാദ് തീരുമാനിക്കുകയായിരുന്നു. തങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് അബൂ ജിഹാദ് നേരത്തെ എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുൻപ് കൃത്യം നിർവഹിക്കുക. അതുകൊണ്ട് 1 മണിക്ക് തന്നെ മൊസാദ് സംഘം വീട്ടിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അബൂ ജിഹാദിന്റെ കുട്ടികൾ ഉറക്കത്തിലായിരുന്നു. അബു ആകട്ടെ ഉണർന്ന് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് സംശയാസ്പദമായ എന്തോ ചില നീക്കങ്ങൾ ചുറ്റിനും നടക്കുന്നതായി അബൂ ജിഹാദിന് തോന്നിയത്. അതിനെ നേരിടാനായി അയാൾ തോക്കുമായി മുന്നോട്ട് ചുവടുകൾ വെച്ചു. പക്ഷേ എതിരാളികളിൽ ഒരാളെ പോലും ആക്രമിക്കുന്നതിന് മുൻപ്
അബൂ ജിഹാദ് വെടിയുണ്ടകളേറ്റ് പുളയുകയായിരുന്നു. പിന്നെ ദ്വാരം വീണ ഷർട്ട് പോലെ അയാൾ നിലം പതിക്കുകയും ചെയ്തു. വാതിലുകൾ ശബ്ദമുണ്ടാക്കാതെ പൂർണ്ണമായും തകർത്തുകൊണ്ടാണ് മൊസാദ് അകത്ത് കടന്നത്. ഓപ്പറേഷൻ പൂർത്തിയായ ഉടനെ മൊസാദ് കമാൻഡോകൾ അബൂ ജിഹാദിന്റെ അലമാരയിൽ നിന്ന് വിലപിടിച്ച പല ഫയലുകളും ശേഖരിച്ചു. കൊല്ലപ്പെട്ടത് അബൂ ജിഹാദ് തന്നെയാണോ എന്ന് കമാൻഡോകളിലെ തന്നെ ഒരാൾ ഒരിക്കൽ കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്തു. അതിനുശേഷം കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് അവർ വീടിനുള്ളിൽ നിന്നും പുറത്തു കടന്നു. പിന്നീട് അവർ വാഹനങ്ങളിലൂടെയും കടലിലൂടെയും സുരക്ഷിതമായി തിരികെ പോയി. മാത്രവുമല്ല, അവർ ടുണീഷ്യൻ പോലീസിനെ വിളിച്ച് അബൂ ജിഹാദ് കൊല്ലപ്പെട്ട വിവരം ഫോൺ ചെയ്ത് അറിയിക്കുകയും ചെയ്യുകയുണ്ടായി. പക്ഷേ തങ്ങൾ സഞ്ചരിക്കുന്ന ദിശയ്ക്ക് വിരുദ്ധമായ ഒരു ദിശയാണ് അവർ പറഞ്ഞു കൊടുത്തത്. ടുണീഷ്യൻ സേന ആ ഫോൺ കോളിനെ വിശ്വസിച്ച് ആ വഴിക്ക് പോയപ്പോൾ മറുഭാഗത്തു കൂടി അതിവേഗം യാത്ര ചെയ്ത് മൊസാദ് അംഗങ്ങൾ രക്ഷപ്പെടുകയായിരുന്നു. വീടിന് മുന്നിലുണ്ടായിരുന്ന സെക്യൂരിറ്റിയെ കൊലപ്പെടുത്തിയത് മുതൽ അബൂ ജിഹാദിനെ കൊലപ്പെടുത്തി രക്ഷപ്പെടുന്നതുവരെ മുഴുവൻ ഓപ്പറേഷനും വേണ്ടി മൊസാദ് എടുത്തത് 5 മിനിറ്റ് മാത്രമായിരുന്നു എന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അവിടെയാണ് മൊസാദിന്റെ കൈവേഗതയും തന്ത്ര വൈദഗ്ധ്യവും നമ്മെ അതിശയിപ്പിക്കുന്നതും. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും ആ വാർത്ത പുറത്തു വന്നു. അബൂ ജിഹാദ് കൊല്ലപ്പെട്ടു. അറബ് രാജ്യങ്ങളിലാകെ വാർത്ത തീ പോലെ പടർന്നു. പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ലെബനൻ നഗരങ്ങൾ വരെ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. യാസർ അറാഫത്തിനാണ് ഈ വാർത്ത ഏറ്റവും വലിയ ആഘാതം നൽകിയത്. തന്റെ ഏറ്റവും വിശ്വസ്തരായ സഹയാത്രികനെ, പലസ്തീൻ പോരാട്ടത്തിന്റെ പ്രധാന സേനാനായകനെയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അറാഫത്തിന് അബൂ ജിഹാദ് കേവലം സഹപ്രവർത്തകൻ മാത്രമായിരുന്നില്ല, സഹോദരൻ കൂടിയായിരുന്നു. പലസ്തീൻ വിമോചന പ്രസ്ഥാനത്തിന്റെ തന്ത്രങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അബൂ ജിഹാദിന്റെ മരണം വലിയൊരു തിരിച്ചടി ആയിരുന്നു. അബൂ ജിഹാദിന്റെ കൊലപാതകം അന്താരാഷ്ട്ര രംഗത്ത് വലിയ കോളിളക്കങ്ങൾക്ക് കാരണമായി. ലോകത്തിലെ പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ ഈ വധത്തെ അപലപിക്കുകയുണ്ടായി. അവർ ഇസ്രായേലിനെതിരെ കടുത്ത പ്രസ്താവനകൾ നടത്തി. ടുണീഷ്യയിൽ സംഭവിച്ചതിനെ തങ്ങളുടെ രാഷ്ട്രാധികാരത്തിന് നേരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായിട്ടാണ് അവർക്ക് തോന്നിയത്. ഒരു രാഷ്ട്രം മറ്റൊരാളുടെ ഭൂപ്രദേശത്ത് കയറി രാഷ്ട്രീയ വിരുദ്ധനെ കൊന്നു എന്ന വിമർശനം പലരും ഉന്നയിച്ചു. ഒരു രാഷ്ട്രം നടത്തിയ ഇത്തരത്തിലുള്ള ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങൾക്കും രാഷ്ട്ര അധികാരത്തിനും എതിരാണെന്ന് വിലയിരുത്തപ്പെട്ടു. ടുണീഷ്യയുടെ ഭൂപ്രദേശത്ത് നടന്നിട്ടും അതിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്നെത്തി ആരാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്ന് സംശയമുയർന്നു. എല്ലാ ചോദ്യമുനകളും നീണ്ടുവന്നത് ഇസ്രായേലിന് നേരെ തന്നെയായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ അക്കാലത്ത് ഇസ്രായേൽ ഒരു പ്രതികരണവും രേഖപ്പെടുത്താൻ പോയില്ല എന്നതാണ് വാസ്തവം. മാത്രവുമല്ല, അങ്ങനെയാണെങ്കിൽ തന്നെ അതിനെ ആവശ്യമായ ഒരു പ്രതിരോധ നടപടിയായിട്ടാണ് ഇസ്രായേൽ വിശദീകരിക്കുകയും ചെയ്തത്. ഇസ്രായേലിനെ സംബന്ധിച്ച് അബൂ ജിഹാദ് ഇസ്രായേലിലെ നിരപരാധികളുടെ മരണങ്ങൾക്ക് ഉത്തരവാദിയായ വ്യക്തിയാണ്. ഇസ്രായേലിന് തന്നെ ഭീഷണിയാണ്. അയാളെ ഇല്ലാതാക്കുക എന്നത് അവരുടെ രാജ്യസുരക്ഷയുടെ ഭാഗവും അവരുടെ കടമയുമാണ്. നഹൂം ലെവി എന്ന മൊസാദ് കമാൻഡോയാണ് അബൂ ജിഹാദിനെ വെടിവെച്ചു കൊന്നത്. അബൂ ജിഹാദിനെ വധിച്ചത് മൊസാദാണ് എന്ന് സംശയമുണ്ടായിരുന്നുവെങ്കിലും അതിന്റെ ഉത്തരവാദിത്തം അവർ അപ്പോഴൊന്നും ഏറ്റെടുത്തിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നുവല്ലോ. ഒരു ദശാബ്ദത്തിന് ശേഷമാണ് ഇക്കാര്യത്തിൽ മൊസാദാണ് മുഖ്യ പങ്ക് വഹിച്ചത് എന്ന് ഇസ്രായേൽ വെളിപ്പെടുത്തിയത്. എഡിയോത്ത് അഫ്രോനോത്ത് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടർ റോണൻ ബെർഗ്മാൻ നടത്തിയ ഓപ്പറേഷൻ കമാൻഡറും അബൂ ജിഹാദിനെ വധിച്ച ഉദ്യോഗസ്ഥനുമായുള്ള നഹൂം ലെവുമായുള്ള അഭിമുഖം ഒരു പതിറ്റാണ്ടിലേറെയായി സൈനിക സെൻസർ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. 2000 ഓഗസ്റ്റിൽ ഒരു വാഹനാപകടത്തിൽ ലെവ് മരിക്കുന്നതിന് മുൻപാണ് അഭിമുഖം നടത്തിയത്. എന്നിട്ടും 2012 ആ അഭിമുഖം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അതിലൂടെയാണ് ഇസ്രായേലാണ് ഓപ്പറേഷൻ നടത്തിയത് എന്ന തുറന്ന രഹസ്യം സ്ഥിരീകരിക്കപ്പെട്ടത്. ഈ ഓപ്പറേഷനെ കുറിച്ച് അഭിമുഖത്തിൽ വിശദമായി വിവരിച്ച ലെവ് താൻ തന്റെ ദൗത്യം ദൃഢനിശ്ചയത്തോടെ നിർവഹിച്ചു എന്നാണ് വെളിപ്പെടുത്തിയത്. അബൂ ജിഹാദ് ഉണ്ടായിരുന്ന ഇന്റലിജൻസ് ഫോൾഡറിലെ ഓരോ പേജും താൻ വായിച്ചു. പൗരന്മാർക്കെതിരെ നിരവധി ഭയാനകമായ കാര്യങ്ങളിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. ഞാൻ ഒരു മടിയും കൂടാതെയാണ് അബൂ ജിഹാദിനെ വെടിവെച്ചത്. ദൗത്യവുമായി എനിക്ക് വളരെ അടുപ്പം തോന്നി. ഓപ്പറേഷൻ വിജയിക്കണമെന്ന് മാത്രമാണ് ഞാൻ അന്ന് ആഗ്രഹിച്ചത്, അദ്ദേഹം അഭിമുഖത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ഓപ്പറേഷന് ഒരു ദിവസം മുൻപ് 1988 ഏപ്രിൽ 15 കമാൻഡോ യൂണിറ്റുകളും അലൈവ് നേവി യൂണിറ്റുകളും ടുണീഷ്യൻ തീരത്ത് ഒത്തുചേർന്നിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. സേനയിലെ 26 അംഗങ്ങളെ പല ഗ്രൂപ്പുകളായിട്ടാണ് വിഭജിച്ചത്. അബൂ ജിഹാദിന്റെ വീട്ടിൽ അതിക്രമിച്ച് കടക്കാൻ ഉദ്ദേശിച്ചിരുന്ന 8 അംഗ സംഘത്തിലെ ആദ്യത്തെ ആളായിരുന്നു ലെവ്. ബാക്കിയുള്ളവർ സപ്പോർട്ടീവായി
പ്രവർത്തിക്കുന്നവർ ആയിരുന്നു. സ്ത്രീവേഷത്തിലാണ് ലെവ് അവിടെ എത്തിയത്. കൂടെ മറ്റൊരാളും ഉണ്ടായിരുന്നു. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ സംഭവത്തിലെ ആ സ്ത്രീ ലെവ് ആയിരുന്നുവെന്ന് ചുരുക്കം. ഡ്രൈവറെ ഇല്ലാതാക്കിയ വിവരം മറ്റുള്ളവർക്ക് ലഭിച്ചതിനെ തുടർന്ന് ബാക്കിയുള്ള ഉദ്യോഗസ്ഥർ വീട് ലക്ഷ്യമാക്കി. അംഗരക്ഷകൻ ഉണർന്ന നിമിഷം തന്നെ യൂണിറ്റിന്റെ ഒരു ഭാഗം ബേസ്മെന്റിലേക്ക് നീങ്ങി. എതിരിടാൻ തയ്യാറായി വന്ന അയാളെ മൊസാദ് ടീമിന് കൊലപ്പെടുത്തേണ്ടതായും വന്നു. പലസ്തീൻ വിമോചന സംഘടനയുടെ ആഭ്യന്തര പ്രവർത്തനങ്ങൾക്ക് വലിയ ആഘാതമാണ് അബൂ ജിഹാദിന്റെ കൊലപാതകം വരുത്തിയത്. യാസർ അറാഫത്ത് തന്റെ രാഷ്ട്രീയ പ്രജ്ഞ ഉപയോഗിച്ച് ആ ആഘാതം മറികടക്കാൻ ശ്രമിച്ചു എന്ന് മാത്രം. അതിന്റെ ഫലമായി പിന്നീട് യാസർ അറാഫത്ത് അധികാരത്തിൽ വന്നു. അപ്പോൾ അബൂ ജിഹാദിന്റെ ഭാര്യ ഇന്തിസാർ അൽവസീറിനെ അദ്ദേഹം മന്ത്രിയാക്കി. ഒടുവിൽ അൽവസീർ പലസ്തീൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രമുഖ നായിക വരെയായി. മൊസാദിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അബൂ ജിഹാദിന്റെ കൊലപാതകം അവരുടെ മികച്ച ഓപ്പറേഷനുകളിൽ ഒന്നായിരുന്നു. ലോകമെമ്പാടുമുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് അത് മികച്ച ഒരു റഫറൻസുമാണ്. കൃത്യത, രഹസ്യാത്മകത, വേഗത, ഇതൊക്കെയാണ് ആ ആക്രമണം മാതൃകയായി പഠിക്കപ്പെടാൻ കാരണമായിരിക്കുന്നത്. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ വലിയൊരു സുരക്ഷിത നഗരത്തിനുള്ളിൽ കയറി ലക്ഷ്യം സാധിച്ചെടുക്കുകയും സുരക്ഷിതമായി തിരിച്ചു പോരുകയും ചെയ്തു എന്നത് നിസ്സാര കാര്യമല്ല. ഇന്നും മാതൃകാപരമായ ഒരു ഓപ്പറേഷനായിട്ടാണ് ഈ ഓപ്പറേഷൻ കണക്കാക്കപ്പെടുന്നത്. അബൂ ജിഹാദിന്റെ കൊലപാതകത്തിലൂടെ മൊസാദ് ലോകത്തിന് നൽകിയ സന്ദേശം ഇതായിരുന്നു: ഞങ്ങൾ ആരെയും കണ്ടെത്തും, ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി ഒളിച്ചാലും. അതെ, മൊസാദിന് മാത്രം സാധിക്കുന്ന അസാധ്യമായ കാര്യമാണ് അത്. ഒരേ ഒരു മൊസാദിന് മാത്രം. മൊസാദിനെ കരുതിയിരിക്കുക. ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും എവിടെയും അവർ വരും.